Friends, welcome back to my channel. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ സ്വന്തമായിട്ട് മാപ്സ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനുപയോഗിക്കുന്നത് കോഡുലർ എന്ന ടൂളാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് കോഡുലർ എന്ന് സെർച്ച് ചെയ്യണം. ആദ്യം വരുന്ന ലിങ്ക് സെലക്ട് ചെയ്യണം. എന്നിട്ട് ക്രിയേറ്റ് ആപ്സ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനൊരു മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ മാപ്പിൽ നിന്നും മാപ്പ് ഡ്രാഗ് ചെയ്യണം. മാപ്പ് എടുത്തിട്ട് വിഡ്ത്തും ഹൈറ്റും ഫുള്ളാക്കിയിടണം. ഇവിടെ ഷോ കോമ്പസും ഷോ യൂസറും എല്ലാം ടിക്ക് ചെയ്തിടുക. സ്കെയിൽ യൂണിറ്റ്സ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ മാറ്റിയിടാൻ പറ്റും. റോഡ് വേണോ, ഏരിയൽ വേണോ, ടെറൈൻ വേണോ. ഈ ടെറൈൻ എന്ന് വെച്ചാൽ മലയൊക്കെ കാണാൻ പറ്റും. ഏരിയൽ എന്ന് വെച്ചാൽ ആകാശത്തു നിന്നുള്ള കാഴ്ചയാണ്. പിന്നെ നമ്മളിവിടെ ഷോ യൂസർ അടിക്കുമ്പോൾ ലൊക്കേഷൻ സെൻസറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലൊക്കേഷൻ സെൻസർ പ്രൊവൈഡ് ചെയ്യണം. സെൻസറിൽ പോയിട്ട് നമ്മൾ ലൊക്കേഷൻ സെൻസർ സെലക്ട് ചെയ്യുക. എന്നിട്ട് മാപ്പിൻ്റെ അവിടെ ലൊക്കേഷൻ സെൻസർ ഇതാക്കി കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ലിങ്കായി. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണാണ്. അതായത് ആ ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആ സ്ഥലത്തേക്ക് പാൻ ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഞാനൊരു ബട്ടൺ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല, അത് റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനൊരു ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് തനിയെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഞെക്കിയാൽ എന്നൊരു ഓപ്ഷൻ, ക്ലിക്ക് ചെയ്താൽ എന്നൊരു ഓപ്ഷൻ എടുക്കുകയാണ്. എന്നിട്ട് മാപ്പ് എടുക്കുക. എന്നിട്ട് പാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പാൻ ടു ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, സൂം. ഈ 3 ഓപ്ഷനും കൊടുത്താൽ ആ സ്ഥലത്തേക്ക് ഇത് പാൻ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ പാൻ ചെയ്യാനുള്ള ലൊക്കേഷനുകളൊക്കെ അയച്ച് കൊടുക്കുകയാണ്. ഇവിടെ ലാറ്റിറ്റ്യൂഡിന് സ്ഥലത്ത് വയ്ക്കുകയാണ്. ലോഞ്ചിറ്റ്യൂഡ് സ്ഥലത്ത് വയ്ക്കുകയാണ്. സൂം ഞാൻ 13 ആക്കി കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ കറക്റ്റ് സൂം ലെവൽ. ഇവിടെ 13 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ആ ബട്ടൺ ഞെക്കിയാൽ നമ്മൾ ലൊക്കേഷൻ സെൻസർ കാണിക്കുന്ന സ്ഥലത്തേക്കാണ് പോവുക. എൻ്റെ ലൊക്കേഷൻ സെൻസർ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കറക്റ്റ് സ്ഥലത്തേക്ക് പോവില്ല. നിങ്ങളുടെ ലൊക്കേഷൻ സെൻസർ കറക്റ്റായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മളിതിന് ഒരു നാവിഗേഷൻ എന്ന് പറഞ്ഞൊരു കോമ്പണൻ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മളത് സെർച്ച് ചെയ്യുകയാണ്. നാവിഗേഷൻ എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രാഗ് ചെയ്യാണ്. ഇവിടെ നമുക്കൊരു API കീൻ്റെ ആവശ്യമുണ്ട്. അത് കിട്ടാൻ നിങ്ങളൊരു ലിങ്കിൽ പോകണം. ആ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. API കീ പേസ്റ്റ് ചെയ്യാണ്. അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അവിടെ വാക്കിംഗ് ഉണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വാക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വഴിയുടെ വലിപ്പമൊക്കെ നോക്കിയിട്ടാണ് ഇവർ തരിക. ഇനി നമുക്ക് വേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം മാർക്കർ എന്ന് പറഞ്ഞൊരു കോമ്പണൻ്റാണ്. നമ്മുടെ മാർക്കർ നമ്മൾ സെർച്ച് ചെയ്യാണ്. 2 മാർക്കർ നമ്മളിവിടെ ഡ്രാഗ് ചെയ്യാണ്. ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് സെലക്ട് ചെയ്യാനും ഒന്ന് എൻഡിങ് പോയിൻറ്റ് സെലക്ട് ചെയ്യാനുമാണ്. രണ്ടും ഞാൻ വിസിബിലിറ്റി ഫോൾസ് ആക്കി ഇടുകയാണ്. എന്നിട്ട് പിന്നെ അതിൽ തമ്മിലുള്ള വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈനും എടുക്കുകയാണ്. ലൈൻ സ്ട്രിങ് എന്നാണ് അതിന് പറയുക. ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ വിസിബിലിറ്റി ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് കോഡിംഗ് സെക്ഷനിലേക്ക് കടക്കാം. ബ്ലോക്സിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മൾ ബ്ലോക്സിലേക്ക് എത്തി. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സെലക്ട് ചെയ്യാൻ ഒരു സ്ഥലത്ത് തന്നെ ഞെക്കി പിടിച്ചാലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്ക് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാപ്പിലാണ് ഇതിൻ്റെ ഓപ്ഷൻ നോക്കേണ്ടത്. മാപ്പിലാണോ ഞെക്കി പിടിക്കേണ്ടത്? അപ്പോൾ അതിനുള്ള ഓപ്ഷൻ നോക്കുകയാണ്. ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഇവിടെ കാണാൻ പറ്റും ലോങ് പ്രസഡ് പോയിന്റ്. അതാണ് നമുക്ക് വേണ്ടത്. അതെടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്കർ 1 സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വിസിബിലിറ്റി ട്രൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പൊസിഷൻ മാറ്റുകയാണ്.
സെറ്റ് ലൊക്കേഷൻ എന്നൊരു ഇതാണ് ഇവൻ്റാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ മേളിൽ കുറച്ച് വേരിയബിൾസ് തന്നിട്ടുണ്ട്, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. വേരിയബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഇത് കൊടുക്കുക. നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഇതിന് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തതായിട്ടുള്ളത് ഇതിന് ഒരു ക്ലിക്ക് ചെയ്താൽ ഇതിന് എൻഡിങ് പോയിന്റ് സെലക്ട് ചെയ്യണം, അതിനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഇതിന് മാപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഡബിൾ ടാപ്പ് അറ്റ് പോയിന്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. 2 ക്ലിക്ക് ചെയ്താൽ അത് എൻഡിങ് പോയിന്റ് സെലക്ട് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ വിസിബിലിറ്റി നമ്മൾ ട്രൂ ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ വേരിയബിൾസ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നാവിഗേഷൻ എന്ന കോമ്പണൻറ്റിലേക്ക് ഇതിൻ്റെ വാല്യൂസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ നാവിഗേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എൻഡ് ലാറ്റിറ്റ്യൂഡും എൻഡ് ലോഞ്ചിറ്റ്യൂഡും ഇതൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ കൊടുക്കേണ്ടതായിരുന്നു. നമ്മളിവിടെ കൊടുക്കണം. ഇനി ഇതാ വേരിയബിൾസ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇവിടെ വേരിയബിൾസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ലാറ്റിറ്റ്യൂഡ്, ഇവിടെ ലോഞ്ചിറ്റ്യൂഡ്, ഇവിടെ ലാറ്റിറ്റ്യൂഡ് വേരിയബിൾസ് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിൻ്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഇവിടെ റിക്വസ്റ്റ് ഡയറക്ഷൻ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് എൻഡിങ് പോയിന്റ് സെലക്ട് ചെയ്യുന്ന ഈവൻറ്റിൽ വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ആ ഡയറക്ഷൻ കിട്ടിയാൽ ഗോട്ട് ഡയറക്ഷൻസ് എന്ന ഓപ്ഷനാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിൽ ലൈൻ സ്ട്രിങ് ഉപയോഗിച്ചിട്ടാണ് അത് ഷോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ വിസിബിലിറ്റി നമ്മൾ സെറ്റാക്കണം. വിസിബിൾ നമ്മൾ ട്രൂ ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ വിസിബിലിറ്റി നമ്മൾ ട്രൂ ആക്കി. ഇനി നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് സെറ്റ് ചെയ്യണം. ഇതിൽ തന്നെ കുറച്ച് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഗോട്ട് ഡയറക്ഷനിലെ പോയിൻറ്റ്സ് സെറ്റ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്ഷൻസ് ഒക്കെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മൾ എൻഡ് ലാറ്റിറ്റ്യൂഡിന് പകരം ലോഞ്ചിറ്റ്യൂഡാണ് കൊടുത്തത്. നമ്മൾ ലാറ്റിറ്റ്യൂഡ് ആക്കുകയാണ്. നമുക്കിനി ഇത് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഡൗൺലോഡ് APK സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ APK ഡൗൺലോഡ് ആവുന്നുണ്ട്. നമ്മളത് ഓപ്പൺ ആക്കുകയാണ്, ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പം തന്നെ അമേരിക്കയിലെ ഒരു സ്ഥലമാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പാനിൻ്റെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായി. ഈ പ്ലസ് ബട്ടൺ പോലത്തെ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ പോകാം. ഇവിടെ ഒരു വഴി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ ആലുവയ്ക്ക് അടുത്തുന്ന സ്ഥലത്തേക്ക് അടുത്തുനിന്ന് പിറവത്തിലോട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻഡിങ് പോയിന്റ് വേണം ഞെക്കിയുടെ സ്ഥലം മാറ്റാൻ പറ്റും. കണ്ടോ, സ്ഥലം മാറുന്നത് കാണാം. സ്റ്റാർട്ടിങ് പോയിന്റ് മാറ്റാം നമുക്ക്. ഞാൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കാണിക്കാൻ പോവുകയാണ്. കൊച്ചിയിൽ സ്റ്റാർട്ടിങ് പോയിന്റ് ആക്കി എൻഡിങ് പോയിന്റ് ഞാൻ ഇവിടെ കൂവപ്പടം എന്ന സ്ഥലത്തേക്ക് ആക്കുകയാണ്. കണ്ടോ, അത് അങ്ങോട്ട് പോകാൻ എളുപ്പ വഴിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന വര വെച്ചിട്ടാണ് ഇവർ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.